ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ പോകാൻ പോവുകയാണ്. അതേതാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞി പെണ്ണുമായിട്ട് ജനിച്ച സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സ്, അവളുടെ കുട്ടിക്കാലം ചെലവഴിച്ച ക്വാർട്ടേഴ്സ്. എണീറ്റതേ ഉള്ളൂ കേട്ടോ. മമ്മി പറഞ്ഞതുപോലെ ഞാൻ ജനിച്ച് കഴിഞ്ഞ് കുറച്ച് കാലം വളർന്ന ഒരു ക്വാർട്ടേഴ്സ് ഇവിടെ ഉണ്ട്. മമ്മിയും ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. അപ്പം ഒരു നൊസ്റ്റാൾജിയൊക്കെ അടിക്കുന്നുണ്ട്. എന്തോരം ഓർമ്മകളല്ലേ മമ്മി അവിടെ. അയ്യോ, എന്താണ് എന്നെ പൊതിരെ തല്ലുക, കുരുത്തക്കേട് കാണിച്ച് എന്നെ എടുത്തിട്ട് അടിക്കുക, ഇതൊക്കെ അവിടെ ആയിരുന്നു. അപ്പം പിന്നെ കുറേ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ സ്ഥലത്ത്. കണ്ട മണ്ണപ്പം ചുട്ട് കളിച്ചിട്ട് അവിടെ മൊത്തം വെള്ളം പുരട്ടി വെക്കുക. എന്നിട്ട് അമ്മ ഡോറ് തുറക്കാൻ വേണ്ടി വരുമ്പോൾ കുറ്റിക്കാട്ടിൻ്റെ അകത്ത് കയറി വിളിച്ചിരിക്കുക, എന്നിട്ട് അമ്മേനെ പേടിപ്പിക്കുക. അങ്ങനെ അന്ന് എൻ്റെ എല്ലാ ഉടായ്പരും കൂടെ ഉണ്ടായിരുന്ന ഹാപ്പി ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയതിൻ്റെ വീട്ടിലാണ് നോം നിൽക്കുന്നത്. ഇതാ വീട്. ഇതല്ല കേട്ടോ, ഈ മേലിൽ കാണുന്നത് ഗേറ്റിനപ്പുറം കാണിച്ചു. അപ്പം ഇവിടെ ഇടുക്കിയുടെ സ്പെഷ്യൽ എല്ലാത്തിലും പോകുന്നുണ്ട്. ഒന്ന് നടക്കണം, നടന്ന് വരാം. അതെ, ഇതിനു വേണ്ടി ഞാൻ അലാറമൊക്കെ വെച്ച് എണീച്ചയാ വെച്ച് തരാം. അമ്മ നിന്ന് കയറ്റം കയറാനൊന്നും വയ്യ. ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചാൽ ഇങ്ങനത്തെ കയറ്റം കയറുമ്പോഴത്തേക്കും എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പം ഇതുണ്ടോ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴല്ലോ കയറ്റം കയറി അമ്മ എന്നെ എടുത്തോണ്ട് പോകും. ഇപ്പം അന്നൊന്നും ഇവിടെ ഇങ്ങനെ റോഡൊന്നും ഇല്ല. ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന എന്തോ ഒരു വഴി, കാടും പിടിച്ച് അല്ലേ. കാടല്ല, സാധാ ഒരു വഴി വെട്ടി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇന്നത്തെ പോലെ ഇങ്ങനെ റോഡൊന്നും ഇല്ല, വെറും ഒരു വഴി. ഇന്നിപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നല്ല സൂപ്പർ വഴിയാ. അപ്പം എനിക്ക് JCB ഇപ്പോൾ പണിയൊക്കെ നടക്കുമല്ലോ ഇവിടെ എന്തിൻ്റെങ്കിലുമൊക്കെ. അപ്പോൾ എനിക്ക് JCB ഭയങ്കര പേടിയാണ്. ഞാൻ എന്തെന്ന് വെച്ചാൽ മമ്മി പാവം എന്നെ എടുത്ത് തൂങ്ങി അങ്ങ് നടക്കും. അന്ന് കുഞ്ഞാകട്ടോ, എനിക്കധികം വണ്ണമൊന്നുമില്ല. അപ്പോൾ കയറ്റം കയറുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, അതൊരു കൊച്ചിനെയും വെച്ചൊരു ബാഗ് ഇങ്ങനെ എന്നെ കയറ്റി എടുത്തോണ്ട് വരുവേ. അപ്പോൾ എനിക്ക് ഈ JCB പേടിയായതിനെ കൊണ്ട് അമ്മ എന്നെ നിലത്ത് നിർത്താൻ വരുമ്പോൾ ഞാൻ കാല് പൊക്കിക്കളയും. എന്നിട്ട് അമ്മ എന്നെയും തൂക്കി നടന്ന് വീട് വരെ കൊണ്ടെത്തിക്കും. എന്നാൽ അവിടെ കൊണ്ട് കഴിഞ്ഞ പ്രകടനം ഇല്ല. അമ്മ ആ ഡോറൊന്ന് തുറക്കാൻ തിരിഞ്ഞ ഞാൻ നേരെ കുറ്റിക്കാട്ടി കയറിയിരിക്കും. ഞാൻ തപ്പി നടക്കും. പിന്നെ ഭാഗ്യത്തിന് കാലിൽ കൊലുസുള്ളതുകൊണ്ട് മമ്മി കണ്ടുപിടിക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ വിനോദം. അമ്മ കഷ്ടപ്പെട്ട് നിന്നാ കേട്ടോ കയറുന്നത്. നോക്കിക്കേ, അയ്യോ അവിടം വരെ കയറിയില്ലേ. ബാ, നല്ലൊരു പള്ളി. മഹാസംഭവം കാണിച്ചു തരാം. ഇദ്ദേഹം 8ാം മാസത്തിൽ എന്നെ പുറത്തോട്ടിട്ട സ്ഥലം ധ്യാനകേന്ദ്രമായി. ജനിച്ചതോടുകൂടി ധ്യാനകേന്ദ്രമാക്കി. അയ്യാ കണ്ട, ഞാൻ ജനിക്കുന്നതിൻ്റെ ഗുണമാണ്. ഈ ആശുപത്രിയിലായിരുന്നു ജനനം. കരുണ, അതിപ്പോൾ ധ്യാനകേന്ദ്രം. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ധ്യാനകേന്ദ്രമായി. അമ്മ ഓർമ്മ പുതുക്കുകയാണോ? അമ്മ നോക്ക്, ഓർമ്മ പുതുക്കുകയാണോ? അതിൻ്റെ അകത്തോട്ട് പോകുമ്പോഴാണ് പണ്ട് എൻ്റെ ഡേ കെയർ ഉണ്ടായിരുന്നത്. ഇവിടെ പണ്ടൊരു ഏർമാടം ഉണ്ടായിരുന്നു, ട്രീ ഹൗസ്. ഇതിൻ്റെ മണ്ടയ്ക്ക് പൈപ്പ് ഉണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് വെള്ളം തരുമ്പോൾ ഇവിടെ വന്നെടുക്കും. ഒന്ന് പോകാം. ട്രഷറി. ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് കേട്ടാ. എൻ്റെ ബോർഡുണ്ട് നിധി മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം. ഒന്നുമല്ല, ഒരു കഥയുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ ഷോപ്പ് ഉണ്ടെന്ന്. അമ്മ എന്നെ ഇട്ടിട്ട് പോയി. ഇട്ടിട്ട് പോയത് മെഡിക്കൽ ഷോപ്പ്. അതാണ് താമസിക്കുന്നത്. അവിടെ ഇവിടെ വന്നതാണ് പറയുന്നത്. സ്റ്റോൺസിലൊക്കെ കാണും കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മ എന്നെ കൊണ്ടുപോകാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞത്, എനിക്ക് അമ്മയുടെ വള്ളിച്ചെരുപ്പിട്ടോണ്ടിറക്കണം. അമ്മ വള്ളിച്ചെരുപ്പിടാൻ സമ്മതിക്കത്തുമില്ല. അതാണ് കാര്യം. അമ്മയുടെ വള്ളിച്ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അമ്മ അത് തേച്ച് കഴുകി മിനുക്കി വെക്കുന്ന സാധനം. എനിക്കത് കാണുമ്പോൾ അപ്പം എൻ്റെ കുഞ്ഞിക്കാല് കയറ്റിയിടണം. അന്ന് കുഞ്ഞിക്കാല്, ഇന്ന് ആനക്കാല്. അതുകൊണ്ടാണ് ഈ കാണുന്നത്. എൻ്റെ അങ്കിൾ ഇവിടെ എവിടെയോ ഉണ്ട്. പക്ഷേ ഈ അങ്കിളിനെ കാണുവാനില്ല. എൻ്റെ ഒരു ഊഹാപോഹം ശരിയാണ്. ഈ നിൽക്കുന്ന ചിലപ്പോൾ അങ്കിളായിരിക്കണം. പിന്നെ കണ്ടോ, കുന്നും മലയും മാത്രം നിറഞ്ഞൊരു സ്ഥലമാണിത്. എൻ്റെ അമ്മ അതൊന്ന് നടന്നു പോന്നു. ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന കോട്ടേജ് ഇവിടെയാ ഞാൻ കാണണ്ടേ. ഇതാണ് ഞാൻ താമസിച്ച പിച്ച വെച്ച് നടന്ന വീട്. ഇതിലെ രണ്ടാമത്തെ ഡോറ് കേട്ടാ, ആ തുറന്നു കിടക്കുന്ന ഡോറ്. പണ്ട് ഇവിടെ ഒരു ചാമ്പമരം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ആ ചാമ്പയിൽ നിന്ന് കണ്ട പുളിയുറുമ്പൻ്റെ കടി എല്ലാം കിട്ടും എനിക്ക്. ഞാൻ അവരോട് വെച്ചിട്ടകത്ത് കയറി. ഇതാണ് ഞാൻ ഓടി നടന്ന് രാവിലെ കരഞ്ഞ് പിടിച്ച് സ്കൂളിൽ പോകാൻ നേരത്തെ ഹാപ്പി ചേച്ചി വന്ന് ഹാപ്പി ചേച്ചി മടിയിലിരുത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സ്ഥലം. പിന്നെ ഇടയ്ക്ക് അമ്മയുടെ അമ്മ വരുമ്പോൾ ഞാനും അമ്മച്ചിയും കൂടെ ഈ സ്റ്റെപ്പേ വന്നിരിക്കും. എന്നിട്ട് അവിടെ ചാമ്പയ്ക്ക ഉണ്ടാവും, ചാമ്പയ്ക്കയും കുറച്ച് കുറേ തിരിക്കും. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ കുട്ടിയുറുമ്പിൻ്റെ ബാക്ക് പിടിച്ച് ചെക്കും. പിന്നെ അവിടെ ഞാനൊരു ടാർപോളിൻ വിരിക്കും. എന്നെ കാണിച്ചാൽ മതി. അവിടെ ഒരു ടാർപോളിൻ വിരിക്കുവേ. എന്നിട്ട് ഞാൻ കളിക്കുടുക്ക മേടിക്കുന്ന കളിക്കുടുക്ക എല്ലാം ഇങ്ങനെ നിരത്തിയിടും. എന്നിട്ട് ഭയങ്കര വിൽപ്പനയാണ്. ഞാനും വീട്ടിൽ എന്നെ നോക്കാൻ നിർത്തിയ അമ്മാമ്മയും. അയ്യോ, ഇതിന്റെ ബാക്ക് സൈഡിലൊരു മറ്റേ എന്ത് മമ്മിയെ മാതളനാരകത്തിന്റെ മരം ഉണ്ടായിരുന്നു. പപ്പയുടെ കൃഷിയായിരുന്നു ആ സൈഡ് മുഴുവൻ. എന്നിട്ട് പപ്പ അവിടെയായിരുന്നു ഞങ്ങളുടെ വണ്ടി ഇടുന്ന ഷെഡ്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് 2 മരത്തിൽ അമ്മയുടെ സാരി കെട്ടി അത് ഊഞ്ഞാലാക്കിയിട്ട് ഞാൻ അവിടെ ഇരുന്നാണ്. ഇതൊക്കെയായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ്. അയ്യോ, മരത്തിന് വരെ എന്തൊരു ഭംഗിയാണ്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ ഷെഡ്. അയ്യോ, പണ്ട് ഇവിടെ ഇങ്ങനെ ബിൽഡിംഗ് ഒന്നും ഇല്ല കേട്ടോ. പണ്ട് ഇതൊക്കെ കാടായിരുന്നു. പണ്ട്. ഇവിടെ ഞങ്ങളുടെ മാരുതി സുസുക്കി 800 വെള്ള പാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ കുറേ കാടായിരുന്നു. എന്നിട്ട് അത് അച്ചുക്കുട്ടൻ്റെ വീട് അപ്പുറത്ത് കാണുന്നത്. എന്നിട്ട് ഇവിടെയായിരുന്നു ഊഞ്ഞാല് കെട്ടിക്കൊണ്ടിരുന്നത്. ഈ മരത്തേലായിരുന്നു തോന്നുന്നു. ഇത്തിരി കാടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊരു ദിവസം അതിൻ്റെ ഇടയിലൂടെ നടന്നപ്പോഴത്തേക്കിനും എൻ്റെ കാസ് കൊണ്ടിട്ട് കാലും മുട്ടിട്ട് മമ്മി എന്നെ ആദ്യം എടുത്തിട്ട് തല്ലി. എന്നിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോയി. ഇന്ത്യൻ മദേഴ്സ് ഗൈസ്. അവിടെ വെച്ചാണ് ഇത് ഓട്ടയുടെ മുമ്പിൽ ചാടി. അത് വേണ്ടായിരുന്നു. അതെന്താ ഇവിടെ പറഞ്ഞേ? എവിടെ മര്യാദയ്ക്ക് ഇരിക്കുമല്ലായിരുന്നു. അമ്മ വർക്ക് ചെയ്തിരുന്നത് താലൂക്ക് ഓഫീസ്. ഇത് ഞങ്ങളുടെ വീട് തോന്നുന്നു. അത് താലൂക്ക് ഓഫീസിന്റെ ഈ RDO RR ഓഫീസിന്റെ പരിസരത്താണ് ഇവള് വളർന്നത്. ഇവിടെയാണ് ഞാൻ എവിടെയെങ്കിലും കളക്ടറേറ്റിലോ എല്ലാം പോകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ വലിയ ആൾക്കൂട്ടമായിരിക്കും. ഇവിടെയാണ് ഇവള് ഗാനമേള നടത്തുന്നത്. ഗാനമേള അവിടെ നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം അമ്മ പേടിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ഇതിനപ്പുറത്തൊരു ഇതുണ്ട്, പോസ്റ്റ് പോലത്തെ സാധനം. അതിലാണ് മറ്റേ ഫ്ലാഗ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു സംഭവം വരുമ്പോഴത്തേക്കൊരു ഫ്രണ്ടിലൊരു ജനക്കൂട്ടം. എന്നെ കാണാനും ഇല്ല. അതിനടുക്ക് ഞാനൊന്ന് ഡാൻസും പാട്ടും ഒക്കെ. ഓർമ്മയുണ്ടോ? അമ്മയുടെ ഡെപ്യൂട്ടി തഹസിൽദാർ തൊട്ട് മനുഷ്യന്മാരെല്ലാം പുറത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ വള്ളി ഇവരെയാണ് ഈ കാണുന്നത്. ഇതാണ് എൻ്റെ അമ്മയുടെ പ്രത്യേകത. എൻ്റെ മോനെ എല്ലാത്തിലും ചെടിയാ.
തൊണ്ട് മാത്രം ഒന്ന് ചവയ്ക്കുക. എനിക്കറിയാം. ഇതൊന്ന് വായിലാദ്യം ഒഴിക്ക്. എന്താണ് ടേസ്റ്റ്? പുളി. നല്ല പുളി, നല്ല പുളി. ആ ശരി. ഇനി ആ പഴം ഒന്ന് വയലിട്ടൊന്ന് ചവച്ചോ. അത് ആ തൊണ്ട് കുരു ഇതിനുണ്ട, ആ തൊണ്ട് വയലിട്ടൊന്ന് ചവച്ചാൽ മതി. ചവച്ചോ. അതൊക്കെ കളഞ്ഞല്ലേ? ഇത് കളഞ്ഞേക്കാം. അല്ല അത് എന്റെ നോക്കാൻ മധുരമായിരിക്കും. രസമല്ലോ അല്ലേ? കഴിച്ചിരിക്കണോ? നല്ല കഴിച്ചു. നോക്ക്. എന്നാ മധുരം. മുഖത്തെ എക്സ്പ്രഷൻ. മോനെ ഒരു ലൈം ജ്യൂസ് കുടിച്ച പ്രതീതി. ഇതൊരു 2-3 മണിക്കൂർ നല്ല മധുരം. ഇനി പുളിയുള്ളൊക്കെ എന്ത് കഴിച്ചാലും ഇങ്ങനെ മധുരമാ. ഹവ്വ ആദാമിന് പറിച്ചു കൊടുത്ത ഫ്രൂട്ട്. അതെ. അയ്യോ, ഇത്രയും ചെറുതാണോ? ചെറുതാണോന്നോ? അതൊന്ന് വായിലിട്ടോ നോക്ക്. അമ്മ വായിലിട്ടോ? ഇത് മുഴുവൻ തടി കാണത്തില്ലാതെ ഈ കറുപ്പാവും. ഈ പഴം കൊണ്ട് നിറയും. ആണോ? അതാ പൂ ആയിട്ട്. ലോകത്ത് പാപം വന്ന പഴം ഞാൻ തിന്നാൻ പോവുക. പാപപ്പഴം. ഇതാണോ അതിന്റെ ഇതാണ് പഴം. എന്തോ ടേസ്റ്റ് ആണെന്നറിയാമോ? വെറുതെ അല്ല കൊച്ചു കള്ളി ആദാമിനെടുത്ത് കൊടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. മുന്തിരി തിന്നു പോയാ. നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറുന്നുണ്ട് മധുരം വന്നപ്പോഴേ. ഇത് എവിടെ കിട്ടും? ഇതങ്ങ് കോഴിക്കോട് കിട്ടുവോ? ആലപ്പുഴ കിട്ടുവോ? നട്ടു പിടിപ്പിച്ചാൽ ചിലപ്പോ കിട്ടും. ഹലോ ഗൈസ്, അങ്ങനെ തിരിച്ചു പോകേണ്ട ദിവസമായി, സമയമായി. ഞാനിവിടെ 2 ദിവസം പോയത് അറിഞ്ഞില്ല. എനിക്ക് ചെറിയൊരു ജലദോഷവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണേലും നമ്മൾ ജനിച്ച സ്ഥലത്തേക്ക്, ജനിച്ച് നമുക്ക് നല്ലൊരു പാർട്ട് ഓഫ് ലൈഫ് ഉള്ളൊരു സ്ഥലത്തേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. നൊസ്റ്റാൾജിയ, ഐ ഡോണ്ട് നോ, നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറേ ഓർമ്മകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ ഓടി നടന്ന പല പല സ്ഥലങ്ങളും ഇപ്പം വലിയ വലിയ ടൈപ്പിലുള്ള ബിൽഡിങ്സായി. അങ്ങനെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഉണ്ടായിരുന്ന വീട് അതങ്ങനെ തന്നെയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇനി നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.